ശ്ലോകം 5. ഭഗവാൻ അവരെ ആദ്യം സമാധാനിപ്പിക്കുകയാണ്. അലമലം അതിഭീത്യ, ഇങ്ങനെ ഭയപ്പെടാൻ പാടില്ല. അലമലം അതിഭീത്യ, ഈ വിധത്തിൽ ഭയപ്പെട്ടത് മതി മതി, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. സർവതോ മീലയധ്വം ദൃശം, എല്ലാവരും ആ കണ്ണടയ്ക്കൻ. സർവതോ മീലയധ്വം ദൃശം ഇതി തവ വാച, ഹേ ഗുരുവായൂരപ്പ, അങ്ങനെ അങ്ങയുടെ വാക്ക് അനുസരിച്ച് മീലിതാക്ഷേഷു തേഷു, എല്ലാവരും കണ്ണടച്ചപ്പോൾ ഒരു സെക്കൻഡ് കുരുദഹനോത്സവം, ഏത് സ്ഥലത്ത് എത്തിയോ അവിടുന്ന് അവർ പറയുകയാണ്. ബാണ്ടിയിലെ ഉച്ചച്ചോട്ടിൽ തന്നെ എത്തിയവർ, അവിടുന്ന് അവർ പറയുകയാണ് കൊനു ദേവദഹനോസോ, ആ കാട്ടുതീ എവിടെ? കുത്ര മുഞ്ചാടവീസ, ആ മുഞ്ചപ്പിൽ നിറഞ്ഞ കാട് എവിടെ? സപതി വവൃതിരേതേ, അവരെല്ലാവരും നിൽക്കണു. എവിടെ നിൽക്കണു? ഹന്ത ഭാണ്ഡീരദേശേ, എത്രയോ ദൂരം നടന്നിട്ടാണ് അവിടെ എത്തിയത്. ഇത് ഒരു സെക്കൻഡ് കൊണ്ട് അവരെല്ലാവരും എത്തി. അപ്പോൾ 2 സിദ്ധികളെയാണ് അവിടെ കാണിച്ചത്. ഒന്ന്, അഗ്നിയെ പാനം ചെയ്തു. അഗ്നിയെ പാനം ചെയ്ത് ആർത്തരായിരിക്കുന്ന അവരെല്ലാവരെയും ആ ദുഃഖത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് മാത്രമല്ല, എല്ലാവരെയും ആകാശഗമനത്തിലൂടെ ആ ഭാണ്ഡീര വൃക്ഷച്ചൂട്ടിലേക്ക് കൊണ്ടുവന്നു എന്നർത്ഥം. തൻ്റെ ആ സിദ്ധികൾ, യോഗൈശ്വര്യ സിദ്ധികളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഭഗവാൻ വീണ്ടും കാട്ടുതീ ഉണ്ടാക്കിയതാണ്. ആകാശഗമനവും കാണിച്ച് കൊടുക്കുകയുണ്ടായി. കുട്ടികൾക്കൊക്കെ അത് ഉറച്ചതാണ്, ഈ ഭഗവാന്റെ മാഹാത്മ്യം ഉറച്ചതാണ്. എന്നാലും വീണ്ടും ഭഗവാന്റെ മായ അതിനെ മറയ്ക്കുന്നതാണ്. ശ്ലോകം 6. ജയ ജയ തവ മായാ കേയമീശ, ഹേ ഈശ, അങ്ങാണ് ശരിയായ ഈശ്വരൻ. അങ്ങയുടെ മായ ഇതെന്തു മായയാണ്? അങ്ങ് സർവോത്കർഷനെ ജയിച്ചാലും തവ മായ ഇയം കാ, ഇത് അങ്ങയുടെ ഈ മായ ഇതെന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. തേഷാം നുതിഭിഹി, അവർ ഭഗവാനെ സ്തുതിക്കാനും എടുക്കാനും ഉമ്മ വയ്ക്കാനും ഒക്കെ തുടങ്ങി. ഉദിതഹാസഹ, ഭഗവാൻ ചിരിച്ചു, പുഞ്ചിരിച്ചു, ഒന്നും വേണ്ടിയില്ല. എന്തുകൊണ്ടാണ്? മായയെക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, അതാണ്, ഒന്നും പറഞ്ഞില്ല. ബദ്ധ നാനാവിലാസ, വേറെയും വീണ്ടും ധാരാളം കളികളിൽ അവരെ ഏർപ്പെടുത്തി. ഭാണ്ഡീരക വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന ആ ദ്വന്ദ്വയുദ്ധം, അതുപോലെ വീണ്ടും മനോഹരമായിട്ടുള്ള കളികളിൽ, നദിയുണ്ട് അവിടെ, ആ നദിയിൽ കൂടി നീന്താൻ എല്ലാവരെയും നീന്താനായിട്ട് അയച്ചു. പല തരത്തിലുള്ളതായ ആ വിലാസങ്ങൾ അവിടുന്ന് കയറി ആ വെള്ളമൊക്കെ ഉണങ്ങുന്നവരെ നിന്നു. അത് കഴിഞ്ഞ് വീണ്ടും കളികളിൽ ഏർപ്പെട്ടു. പുനരഭി വിപിനാന്തേ പ്രാചരക, വീണ്ടും ആ കാട്ടിൻ്റെ ഉള്ളിൽ സഞ്ചരിച്ചു ഭഗവാൻ കുട്ടികളുടെ കൂടെ, പശുക്കളുടെ കൂടെ. പുനരഭി വിപിനാന്തേ പ്രാചരക, അവിടെയും നല്ല ചൂടുണ്ട്, പക്ഷെ അവരറിഞ്ഞില്ല. എന്തുകൊണ്ട്? ഭഗവാൻ സാന്നിധ്യം കൊണ്ട്. പിന്നെയോ ഭഗവാനുള്ള വൃന്ദാവനമായതുകൊണ്ട്. പിന്നെ എങ്ങനെ അവർ ഇത് വേനൽക്കാലമാണെന്ന് അറിഞ്ഞത്? പാടലാതി പ്രസവനികര മാത്ര ഗ്രാഹ്യകർമാനുഭാവേ, പാടല വൃക്ഷം, പാതിരി വൃക്ഷം എന്ന് പറയും, അത് വേനൽക്കാലത്ത് മാത്രമേ പൂക്കുള്ളൂ. അങ്ങനെ ആ പൂ കണ്ടിട്ട് വേനൽക്കാലമാണെന്ന് അറിയണം. അല്ലാണ്ട് വേനലിൻ്റെ ചൂട് അവരനുഭവിച്ചതേയില്ല.
പാടലാതി പ്രസവനികരം, പൂക്കളുടെ കൂട്ടം, പ്രസവനികരം. അതുമാത്രം കൊണ്ട് ഗ്രാഹ്യകർമാനുഭാവേ ഇത് വേനൽക്കാലമാണെന്ന് അവർ ഗ്രഹിച്ചു, മനസ്സിലാക്കി. ഭഗവാന്റെ മായയെ ആർക്കും വർണ്ണിക്കാൻ സാധ്യമല്ല, ആർക്കും അതിനെ അതിക്രമിക്കാനും സാധ്യമല്ല. അസുരന്മാർക്കും ഈ മായയുണ്ട്, ദേവന്മാരിൽ മറ്റു ദേവന്മാർക്കും ഈ മായയുണ്ട്. പക്ഷേ വിഷ്ണുവിൻ്റെ മായ, വൈഷ്ണവീ മായ എന്നാണ് പറയുക. വിഷ്ണു തന്നെയാണ് കൃഷ്ണനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ വൈഷ്ണവീ മായയാണ്. വൈഷ്ണവീ മായയെ ആർക്കും അതിക്രമിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഭഗവാനെ അവർ സ്തുതിക്കുകയാണ്. അങ്ങ് സർവോത്കർഷേണ, ജയിച്ചാലും അങ്ങയുടെ മായ ഞങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഇല്ല. അതാണ് അവർ ഭഗവാനെ സ്തുതിക്കണു. അപ്പോൾ ഭഗവാൻ പുഞ്ചിരിക്കണു. എന്തുകൊണ്ടാണെന്ന് പറയുന്നില്ല. എന്തുകൊണ്ട്? താൻ ഉത്തരം കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല. വരൂ കളിക്കാം നമുക്ക്. വെറുതെ അതൊന്നും പറഞ്ഞുകൊണ്ടിരുന്ന എന്താ കാര്യം? കളിക്കാം. ബദ്ധ നാനാവിലാസ. ആദ്യം കുറച്ച് നീന്താനായി പോയി, പിന്നെ വീണ്ടും മരത്തിൽ കയറാനും ഊഞ്ഞാലാടാനും മുമ്പ് ചെയ്ത പോലെ തന്നെ ഓരോന്നും ചെയ്യാൻ തുടങ്ങി. അപ്പോഴും വേനൽക്കാലം തന്നെയാണ്, ചൂട് കുറഞ്ഞിട്ടില്ല. പക്ഷേ അത് വേനൽ തന്നെയാണെന്ന് അവർക്ക് അനുഭവം കൊണ്ടല്ല, ആ പാടല വൃക്ഷം പാതിരി വൃക്ഷത്തിൻ്റെ പൂക്കളെ കൊണ്ടാണ് മനസ്സിലായത്. ഇത് വേനൽക്കാലമാണ്, ചൂടുള്ളതാണ്. ആ ചൂട് നമുക്ക് അനുഭവപ്പെടാത്തതിന് കാരണം വൃന്ദാവനമായതുകൊണ്ടും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടുമാണെന്ന് അവർ മനസ്സിലാക്കി. അതുപോലെ നമ്മളുടെ ദുഃഖങ്ങൾ നമ്മളെ അനുഭവിക്കുക, നമുക്ക് നമ്മളെ എന്താ പറയുക, നമ്മുടെ ദേഹത്ത് ബാധിക്കാതിരിക്കാൻ ഉള്ള കാരണം ഭഗവത് സ്മരണ. നിരന്തര ഭഗവത് സ്മരണ കൊണ്ട് ആ ദുഃഖങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും.